Oh angel, you move with us. Bright and white are you, angel. Oh angel, you move with us. Bright and white are you, angel. Oh angel, you move with us. നല്ലത് പറയും മാലാഖ, നന്മകൾ ചെയ്യും മാലാഖ, നൽവഴി കാട്ടും മാലാഖ, നല്ലൊരു തുണയൻ മാലാഖ. നല്ലത് പറയും മാലാഖ, നന്മകൾ ചെയ്യും മാലാഖ, നൽവഴി കാട്ടും മാലാഖ, നല്ലൊരു തുണയൻ മാലാഖ. Bright and white are you, angel. Oh angel, you move with us. Bright and white are you, angel. Oh angel, you move with us. കൂട്ടിനുണ്ടൊരു മാലാഖ, കൺമണി പോലൊരു മാലാഖ, എന്നുമെന്നും കാവൽ നിൽക്കും സെറാഫിൻ എന്നൊരു മാലാഖ. Bright and white are you, angel. Oh angel, you move with us. Bright and white are you, angel. Oh angel, you move with us. La 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 साथी है सराफिन, सुंदर है उनकी आंखें, चलते चलते हमके साथ सहारा देता है सदा. Bright and white are you, angel. Oh angel, you move with us. Bright and white are you, angel. Oh angel, you move with us. Serafin, 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 Serafin. പപ്പാ, മമ്മ, ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണേ. നിങ്ങളുടെ കൂട്ടുകാരാരുമില്ലേ? അവരൊക്കെ എവിടെ പോയി? അവരെല്ലാം പള്ളിയിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് മമ്മ. ശ്രദ്ധിച്ചു പോണേ മക്കളെ. പക്രു, നീ പള്ളിയിലേക്ക് വരുന്നില്ലേ? ഞാനില്ല, നിങ്ങൾ പോയിക്കോ. അതെന്താ പക്രു, നീ സൺഡേ ക്ലാസ്സിന് വരാത്തത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ, സൺഡേ ക്ലാസ്സിൽ വന്ന് അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ എനിക്കിഷ്ടമല്ലെന്ന്. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. വാ ജോളി, നമുക്ക് പോകാം. ആ, അതാ നല്ലത്. നിങ്ങൾ നിങ്ങളുടെ സഹജീവികളെ സ്നേഹിക്കാനും അവർക്ക് നന്മ ചെയ്യാനുമുള്ള മനസ്സ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം. അല്ലാത്ത പക്ഷം നിങ്ങൾ നന്മയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആരെങ്കിലും പക്രുവിനെ
കണ്ടോ? അവൻ എന്താ പള്ളിയിലേക്ക് വരാത്തത്? ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടിരുന്നു. ഞങ്ങൾ അവനെ വിളിച്ചതാ, പക്ഷേ അവൻ വന്നു കാണില്ലല്ലേ? അതേ പ്രീതി, നീ പറഞ്ഞത് ശരിയാ. അവൻ നന്നാവാനുള്ള ലക്ഷണമൊന്നുമില്ല. അവൻ വന്നില്ലെങ്കിൽ വരണ്ട. പക്ഷേ ഇങ്ങനെ പോയാൽ ഉണ്ണീഷോയ്ക്ക് ഇഷ്ടമില്ലാതാവില്ലേ? ശരിയാ. ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് പക്രുവിനെ കൊണ്ടുവരണം. ആരാണത്? മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ശരിയാണല്ലോ, അദ്ദേഹത്തെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഞാനൊരു മാജിക്കുകാരനാണ്. ഹായ്, മാജിക്കുകാരനോ? നിങ്ങളെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ മാന്ത്രിക ലോകത്തുനിന്നും വന്നതാണ്. പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ മാന്ത്രിക ലോകത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല. എൻ്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കയ്യിലുള്ള ഒരു മോതിരത്തിലാണ് എൻ്റെ ശക്തി. ആ മോതിരം ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തിനാ പിന്നെ ഭൂമിയിലേക്ക് വന്നത്? കുട്ടികളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. ആ മോതിരം കണ്ടെത്താൻ ഞങ്ങളും നിങ്ങളെ സഹായിക്കാം. അയ്യോ അയ്യോ, ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോളൂ. എന്തു പറ്റി രാമു ചേട്ടാ? നിങ്ങൾ എന്താ ഇങ്ങനെ പേടിച്ചോടുന്നത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ തല തെറിച്ചവനെ പേടിച്ച ആരുടെ കാര്യമാ ചേട്ടൻ പറയുന്നേ? പക്രുവിനെ തന്നെ. പിന്നെ ആര്? അവൻ എന്തു പറ്റി? അവൻ എന്തു പറ്റാൻ? പറ്റിയത് എനിക്കാ. ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളോട് കഥ പറയാനൊന്നും എനിക്ക് നേരമില്ല. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്താണെന്ന് അറിയാമല്ലോ. ശരിയാ. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. അതാണ് നല്ലത്. എന്തോ അപകടമാണെന്നല്ലേ കടക്കാരൻ പറഞ്ഞത്. അയ്യോ, ആ ചെറുക്കന്റെ കയ്യിൽ എന്റെ മോതിരം. ഇതെങ്ങനെ ഇവന്റെ കയ്യിൽ വന്നു? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. കടക്കാരനാണെങ്കിൽ ഒന്നും പറയാതെ അങ്ങ് ഓടിപ്പോയി. ഷോ, ഇനി എന്തു ചെയ്യും? എല്ലാവരും കണ്ണുകളടച്ച്. ഒന്നും കിട്ടിയില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? പെണ്ണും പിള്ളയുടെ ബർത്ത്ഡേ ആയിട്ട് എന്താണെന്ന് സമ്മാനമായി കൊടുക്കുക. മോതിരം. ഇതെങ്കിൽ ഇത്. ഓ, എന്തൊരു ഭാരമാണ് ഈ മോതിരത്തിന്. ഇവിടെ കുറച്ച് വിശ്രമിച്ചിട്ടാകാം ഈ ബാക്കി പറക്കൽ. അയ്യോ മമ്മി, എന്റെ തല പോയേ. ശരാ, അത് താഴെ പോയല്ലോ. അതാണെങ്കിൽ ആ കുരുത്തം കിട്ടവന്റെ കയ്യിലും കിട്ടി. അയ്യോ, മോതിരമോ? ഞാൻ കരുതിയ വല്ല കല്ലുമഴയും പെയ്തതാണെന്ന്. എടാ കള്ള കാക്കേ, നിന്റെ പണിയല്ലേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എങ്ങനെങ്കിലും ആ മോതിരം തിരിച്ചു വാങ്ങണമല്ലോ.
എടാ കാക്കേ, നിനക്ക് ജീവൻ വേണമെങ്കിൽ പൊയ്ക്കോ. തീയോ? ഇത് കൊള്ളാമല്ലോ. അയ്യോ എന്നെ രക്ഷിക്കണേ. അയ്യോ ഇത് വെച്ച് എന്നെ വേദനിപ്പിച്ച എല്ലാവരോടും ഞാൻ പ്രതികാരം ചെയ്യും. ചേട്ടാ ഒരു വട. അല്ലെങ്കിൽ വേണ്ട, മൊത്തം വടങ്ങി തന്നേക്ക്. മുഴുവൻ വടയോ? നീ കളിക്കാതെ പോച്ചേക്ക. ചേട്ടാ മര്യാദക്ക് ആ വടങ്ങി തന്നേക്ക്. അല്ലെങ്കിൽ ഇതാ ആ കാക്കച്ച് നിൽക്കുന്ന നിപ്പ് കണ്ടോ, പ്രതിമ പോലെ ആയിപ്പോ. എടാ പട്ടിക്കുട്ട, നീയല്ലടാ എന്നെ എപ്പോഴും ഓടിക്കാറ്. നിനക്കും തരാം ഒരു പണി. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും മോനെ. മൈൻഡ് ഇറ്റ്. എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. എന്നാ ഓടിക്കോ. കുഞ്ഞുമാലാകമാരെ, നിങ്ങൾക്ക് അവരെ രക്ഷിച്ചുകൂടെ? ഞങ്ങൾ ശ്രമിച്ചു നോക്കാം. പക്രു, നീ എന്തോ വലിയ തെറ്റാണ് ചെയ്യുന്നതെന്ന് നീ അറിയുന്നുണ്ടോ? നീ ഇവരെ പഴയ പോലെ ആക്കിയില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. തെറ്റോ? എന്ത് തെറ്റ്? എന്നോട് കാണിച്ചതിന് പകരം അത്ര തന്നെ. നിങ്ങൾ വേഗം സെറാഫിനെ വിളിക്ക്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. എന്താ കൂട്ടുകാരെ, നിങ്ങൾ വീണ്ടും പ്രശ്നത്തിലായോ? അതേ സെറാഫിൻ. ഇവിടെ ശക്തി ഉപയോഗിക്കുന്നതിനേക്കാൾ ബുദ്ധി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം ഈ പ്രകൃതിക്ക് ദോഷം സംഭവിക്കും. നമ്മൾ എന്ത് ചെയ്യും സെറാഫിൻ? ശരി സെറാഫിൻ.
സംഭവിക്കാത്തതായിരുന്നല്ലോ. പക്രു ശരിക്കും പെട്ടു. ഇനി അവൻ എന്ത് കഴിക്കും? പതുക്കെ പറ, പക്രു കേൾക്കും. ശരിയാ, പക്രു കേൾക്കണ്ട. അവൻ നമ്മളെയും കല്ലാക്കി മാറ്റും. എന്തു പറ്റി? തൊടുന്നതെല്ലാം കല്ലായി മാറുകയായിരുന്നല്ലോ. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. ഇനി ബർഗർ കഴിച്ചു നോക്കിയാലോ? ഹോ, ഭാഗ്യം, ഇത് മാത്രം കല്ലായില്ല. അയ്യോ മമ്മി, എന്റെ പല്ല്. എടാ കുരുത്തം കെട്ടവനെ, നിനക്കിത് തന്നെ വേണം. അയ്യോ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ടല്ലോ. ഞാനിപ്പോ ചാവുമേ. പക്രു, നീ തൊടുന്നതെല്ലാം കല്ലായി മാറും. അതുകൊണ്ട് നീ ആ മോതിരം എത്രയും പെട്ടെന്ന് നിന്റെ കയ്യിൽ നിന്ന് ഊരി മാറ്റേണ്ടതാണ്. ഇനി സത്യമായിരിക്കുമോ? എന്തായാലും ഊരി നോക്കാം. നാശം പിടിച്ച സാധനം എനിക്കിനി വേണ്ട. അയ്യോ, എൻ്റെ മോതിരം. നന്ദിയുണ്ട് കൂട്ടുകാരെ. ഹായ് മിഠായി. അന്യരുടെ വസ്തുക്കൾ മോഹിക്കരുത്.